എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഗാഡ്ജറ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഡിജിടെക്കിൻ്റെ സെൽഫി ട്രൈപോഡ് സ്റ്റിക്കാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ വിത്ത് വയർലെസ് റിമോട്ട് 3 ലെഗ് ട്രൈപോഡ് ബേസ് ആൻഡ് ഗോപ്രോ അഡാപ്റ്റർ ഇതാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ മോഡൽ വരുന്നത് DTR 525SS. അതൊരു സെൽഫി സ്റ്റിക്കാണ്. നമ്മളെ മൊബൈൽ ഹോൾഡർ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് തന്നെ ക്യാമറ നമുക്കിതിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിന്നൊക്കെ എടുക്കുന്ന വീഡിയോസൊക്കെ എടുക്കുന്ന ഫെസ്റ്റിവൽസോ അല്ലെന്നുണ്ടെങ്കിൽ നാടൻപാട്ടായാലും നമ്മൾ കൂടുതൽ നാടൻപാട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നാടൻപാട്ടായാലും നമുക്ക് നിന്നൊക്കെ എടുക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഇതിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സായിട്ട് വരുന്നത് 360 ഫ്രീ റൊട്ടേഷൻ, അക്കോമഡേറ്റ് മോസ്റ്റ് സ്മാർട്ട് ഫോൺസ് അപ് ടു 8 സെൻറ്റിമീറ്റർ, അലൂമിനിയം 7 സെക്ഷൻ ഗ്രൂവ്ഡ് റോഡ്, ബ്ലൂടൂത്ത് 4.0 റിമോട്ട് ടു ക്ലിക്ക് ഫോട്ടോസ്, സ്റ്റേബിൾ 3 ലെഗ്സ്. സോ ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത്. നമ്മളത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് ഓർഡർ ചെയ്തിരിക്കുന്ന ആമസോണിലാണ്. ഏകദേശം ഒരു 1000-നും 1200-ലും വരുന്ന ഒരു റേഞ്ചിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ആമസോണോ ഫ്ലിപ്കാർട്ടൊക്കെ റെഗുലർലി ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്താൽ മതി. ചെറിയൊരു വേരിയേഷൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇതാണ് ഗോപ്രോ അഡാപ്റ്ററായിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന സാധനം ഇതാണ്. ഇതിപ്പോൾ നമുക്ക് ടെക്കിൻ്റെ ഒരു മാർക്കൊക്കെ കാണാം. അതുപോലെ തന്നെ DTR 525SS എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒരു ചെറിയൊരു ഭാഗമുണ്ട്. ഇത് നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും. സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, സൈസ് ഇതുപോലെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുക. അതുകൂടാതെ ഇത് നമുക്കിങ്ങനെ ഇതാണ് ഇതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സൈസ് നമുക്ക് വരുന്നുണ്ട്. ഭയങ്കര നല്ല ഹൈറ്റിൽ ഇപ്പോൾ മുകളിലൊരു ഫാനുണ്ട്. ആ ഫാനിന് മുട്ടാൻ ഇപ്പോൾ തന്നെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ മുട്ടാൻ പോകും. അപ്പോൾ എനിക്കൊരു 6 അടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 6 അടിയുടെ കൂടെ ഏകദേശം ഇതൊരു 6 അടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 12 അടി ഹൈറ്റുള്ള വീഡിയോസൊക്കെ നമുക്ക് ഐ തിങ്ക് നല്ല ഹൈറ്റിൽ എടുക്കാനൊക്കെ പറ്റും. അതുകൂടാണ്ട് ഇതും ഒരു ബ്ലൂടൂത്ത് വരുന്നുണ്ട്. ഇത് കണക്ട് ചെയ്ത് നോക്കണം. എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല, നോക്കണം. ഇവിടെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. ബ്ലൂടൂത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഇത് കൂടാണ്ട് ഇതുമ്പോൾ വരുന്നത് ഒരു സ്റ്റാൻഡ് പോലത്തെ ഒരു സംഭവമാണ്. ഇത് നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ ലോക്ക് ഉണ്ട് കേട്ടോ. ഈ ലോക്ക് അൺലോക്ക് ചെയ്തിട്ട് വേണം എക്സ്റ്റെൻഡ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ടൈറ്റായിരിക്കും. അതിൻ്റെ ലോക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. സോ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ് ടൈപ്പ് വരുന്നത്. ഇനി ഇത് കൂടാണ്ട് ഇത് നമുക്കിങ്ങനെ തിരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റും. ക്യാമറയിൽ ഓൾറെഡി ഒരു ഹോൾഡർ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് നമുക്ക് ക്യാമറേൻ്റെ മുകളിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ക്യാമറ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാൻഡുമ്മ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ടും ഇതുവഴി നമുക്ക് പറ്റുന്നതാണ്. ഇതാണ് ശരിക്കും പ്രൊഡക്റ്റ് വരുന്നത്. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ റൊട്ടേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ ഹോൾഡ് ആവും. ഇനി ഇത് ഊരാനായിട്ട് നമുക്ക് പറ്റും. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗോപ്രോയുടെ അഡാപ്റ്റർ വയ്ക്കാം. ഇതിൻ്റെ മുകളിലാണ് ഗോപ്രോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാം. സിൻസ് നമ്മുടെ കയ്യിൽ ഗോപ്രോ ഇല്ലാത്ത കാരണം നമുക്കിത് അധികം യൂസ് ആയിട്ട് വരുന്നില്ല. അത് നമുക്ക് ഉപയോഗിക്കാം. ബാക്കി നമുക്ക് യൂസ് വരുന്നത് ഈ കാര്യങ്ങളാണ്. ഒരു അധികം വെയിറ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് വെയിറ്റ് ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഭയങ്കര ഹെവി ഒന്നുമല്ല, പക്ഷെ സംഭവം കൊള്ളാമെന്ന് തോന്നുന്നു. ഇത് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്, എല്ലാം ഓക്കെയാണ് എല്ലാം എന്നുള്ളത്. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആവശ്യമുള്ളവർക്ക് പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്.